സി ജെ റോയി വളരെ വലിയ ഭയത്തിലായിരുന്നു, സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ മാത്രം പറയുന്നതല്ല, പ്രമുഖ ചാനലുകളും ഓൺലൈൻ മീഡിയാസ് എന്നൊക്കെ പറയുന്നവർ പറയുന്ന കാര്യങ്ങൾ കൂടിയാണ്. പല പ്രമുഖരും, അതായത് രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും അടക്കം റോയിയുടെ കയ്യിൽ നിക്ഷേപം നടത്തിയിരുന്നു. ആ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പിന്നെ പണം പോകുമോ എന്നുള്ള ഭയം റോയിയെ അലട്ടിയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അന്താരാഷ്ട്ര കോളുകൾ റോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അന്താരാഷ്ട്ര കോളുകൾ ആരെയാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തിനാണ് ഈ കോളുകൾ റോയി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. കാരണം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് വരെ റോയി പണം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരം ചില കോളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ മരണത്തിൽ ഇതുവരെ ആദായ നികുതി വകുപ്പിനെ കുറ്റം പറഞ്ഞവരെല്ലാം ഇപ്പോൾ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്, അതിന് പിന്നിൽ സമ്മർദ്ദമാണ്, ഭയമാണ്, പണം നിക്ഷേപിച്ചതിലെ അല്ലെങ്കിൽ അവരേബിൽ കവിഞ്ഞ് പണം വന്നതിലെ പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്. റോയി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു സീറോ, അതായത് ഒരു കടവും ഇല്ലാത്ത ഒരു കമ്പനിയാണ് എൻ്റെത്, ആരിൽ നിന്ന് വാങ്ങിയിട്ടില്ല, ആർക്കും കൊടുക്കാനില്ല, പിന്നെ എങ്ങനെയാണ് ഇയാളിൽ പണം ഉണ്ടായത്? അതൊരു ചോദ്യമല്ലേ? ഇപ്പം റോയിയുടെ മരണം ദുരൂഹത നിറയ്ക്കുന്നതാവുന്നു. ആദ്യം പറഞ്ഞതുപോലെ അന്വേഷണം അവിടെ എല്ലാം കോളുകളൊക്കെ നരേന്ദ്രമോദി ശ്വാസം മുട്ടിച്ച് കൊന്നതാണ്, കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ കൊണ്ട് കൊന്നതാണെന്നുള്ള രീതിയിൽ ഇത് വലിയൊരു പ്രചരണം നടത്തി. ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി അയാളുടെ സഹോദരൻ ഉൾപ്പെടെ ശ്രമിച്ചു. നമ്മൾ ചാനലിൽ കൂടെ കണ്ടതാണല്ലോ. റോയിക്കൊരു പ്രശ്നവുമില്ല, റോയിക്കൊരു ലോണുമില്ല, റോയ് സമ്പന്നനാണ്, ഒരു ബാധ്യതയുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. ഇതിൻ്റെ എല്ലാം കാരണം അയാൾ ഇവിടോട്ട് വന്ന് ഇവിടെ കൂട്ട് കയറി, അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ പ്രഷർ ചെലുത്തി ഏതോ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷൻ, ഒരു മൂർത്തിയുടെ പേരും ഒക്കെ പറഞ്ഞാണ് നമ്മൾ കണ്ടത്. ഇപ്പം SIT അന്വേഷിക്കുന്നവർ അതിനകത്ത് ഇപ്പം കർണാടക സർക്കാരാണ്, സിദ്ധരാമയ്യ എന്ന് പറഞ്ഞ ആളുടെ കെയർ ഓഫിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ മരണത്തിൻ്റെ ദുരൂഹത അന്വേഷിക്കണം. കാരണം ഇതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഈ പറയുന്ന കാരണങ്ങളുണ്ടോ, ആ മുക്കിക്കൊല്ലാൻ വേണ്ടി കേന്ദ്രം ശ്രമിച്ചോ, മോദി ശ്രമിച്ചോ എന്നുള്ളത് ആയിരിക്കും. അപ്പം SIT അന്വേഷിക്കുന്നതുകൊണ്ട് കോൺഗ്രസിനകത്ത് അതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല. ദുരൂഹത അന്വേഷിക്കണമെന്ന് നമ്മൾ നേരത്തെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പറയുന്നത് പോലെ അതിലേക്കൂടെ പറഞ്ഞിട്ട് പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ, അതിലേക്കൂടെയും പറഞ്ഞിട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നിട്ടുള്ള SIT ഓരോന്ന് അന്വേഷിക്കുമ്പോൾ SIT ആദ്യം തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു. 2 റൗണ്ട് ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദ്യം ചെയ്തു. അതിനകത്തുനിന്ന് വ്യക്തപ്പെടുത്തി. കാരണം ഈ തെളിവുകളുണ്ടല്ലോ, ചോദ്യം ചെയ്യുന്നതിന് അവർ വിളിച്ചു വരുന്നതിന് എല്ലാം തെളിവുകൾ പേപ്പർ അടിസ്ഥാനത്തിൽ അവർക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. അവരൊരു സമ്മർദ്ദത്തിലും ആക്കിയിട്ടുമില്ല. സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള ആളിന് ഒരുപക്ഷെ അവിടുന്ന് സഹോദരനെ ഫോൺ ചെയ്യാനോ മെസ്സേജ് അയക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയില്ല, അതിന് പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പം ക്ലിയർ ആയിട്ടുള്ള കോളാണെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, അവർ സ്പീക്കർ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ വിളിച്ചോളാൻ പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം ഇൻ്റർനെറ്റ് കോൾ, ഇയാൾക്ക് വലിയ വലുപ്പത്തിൽ ഫോണുകളുണ്ടല്ലോ, ആയിരക്കണക്കിന് കോടിക്കണക്കിന് 100 കോടി രൂപയുടെ കാറുള്ളവന് എത്ര വലുപ്പത്തിലുള്ള ഫോണും അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനവും ഒക്കെ കാണും. ഇയാളെന്തിനാണ് ഈ പറയുന്നത് പോലെ ഇൻ്റർനെറ്റ് കോളുകൾ വിളിച്ചത്? അത് അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ പാടാണ്. ആർക്ക് വിളിച്ചിരിക്കുന്നു മനസ്സിലാവുന്നുണ്ട്, എവിടോട്ട് വിളിച്ചിരിക്കുന്നു. അപ്പോൾ അത് 2 കോളുകൾ നോട്ട് ചെയ്തിരിക്കുന്നു. എത്ര കോൾ, ഇപ്പോൾ 2 കോളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പിറകിലാണ് അന്വേഷണം നിൽക്കുന്നത്. അതിൻ്റെ അക്കൗണ്ടുകൾ എടുക്കുന്നതിന് വേണ്ടി വിദഗ്ധമായിട്ടുള്ള രീതിയിലേക്കുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പം SIT പോവുകയാണ്. അതുപോലെ നമ്മൾ കണ്ടല്ലോ ഈ മരണത്തിനകത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തത്, മരണത്തിനകത്ത് അനുശോചനം അവിടെ എവിടെയും രേഖപ്പെടുത്തുന്നതല്ലാതെ ഒരാളും പ്രത്യക്ഷത്തിൽ വന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വലിയ വലുപ്പത്തിൽ 9,000 കോടി രൂപ ആസ്തിയുള്ള മനുഷ്യൻ്റെ മരണത്തിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വരേണ്ടതല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വരേണ്ടതല്ലേ? അനുശോചനം രേഖപ്പെടുത്തിയാൽ നല്ല വ്യവസായിയല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമാ ബന്ധമുള്ള 5, 6, 7 സിനിമ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അയാൾക്ക് മോഹൻലാൽ ഉൾപ്പെടെയുള്ള, ഞാൻ മോഹൻലാലിൻ്റെ പേരെടുത്ത് പറഞ്ഞ പ്രമുഖ നടൻ, അതുപോലെ ഉൾപ്പെടെയുള്ള എല്ലാ നടന്മാരുമായിട്ട് ബന്ധം കാണുമല്ലോ. അവിടെ ആരെയും കണ്ടില്ല. നമ്മുടെ മോഹൻലാലിൻ്റെ ബിനാമിയായിട്ടുള്ള കാർ ഡ്രൈവറായിട്ടുള്ള അയാളുടെ പേരെന്നെ ആൻ്റണി പെരുമ്പാവൂർ മാത്രം വന്നു പോകുന്നു. ആൻ്റണി പെരുമ്പാവൂരിന് ഇപ്പോഴും എപ്പോഴും എത്ര കോടി ഉണ്ടെങ്കിലും അയാൾക്കുള്ള കാര്യം അറിയാമല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ബിനാമിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് നിൽക്കുന്നത്. അയാൾ മാത്രമല്ലേ വന്നിട്ട് പോയിട്ടുള്ളൂ, ആരുമില്ല. ഭയപ്പെടാനൊന്നും ഇല്ല. അല്ല, അതുപോലെ തന്നെ ധൃതി പിടിച്ച ഒരു ശവസംസ്കാരം ഈ 24 മണിക്കൂറിനകം. അത് തന്നെ ഇവർ വിളിച്ചില്ലേലും ക്ഷണിച്ചില്ലേലും ഈ പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ വന്നു പോയാലോ, ആ വരുന്നവരെ നാട്ടുകാർ കണ്ടാലോ, അവരുമായിട്ട് റോയിക്ക് എന്താണ് ബന്ധമെന്ന് വിചാരിച്ചാലോ, അങ്ങനത്തെ കള്ളപ്പണ ഇടപാടുകാരും അല്ലെങ്കിൽ വ്യാജ ബിസിനസ്സുകാരും അല്ലെങ്കിൽ സംശയിക്കത്തക്ക രീതിയിലൊക്കെ പണത്തിൻ്റെ ഉറവിടത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഉണ്ടോ എന്ന് വിചാരിച്ചാണ് ഈ 24 മണിക്കൂറിനകം ശവസംസ്കാരം നടത്തിയെന്ന് വിചാരിക്കും. മാത്രവുമല്ല
പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞല്ലോ, എന്തിയ പത്രസമ്മേളനം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞല്ലോ, വ്യക്തത വരുത്തുമെന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പറഞ്ഞല്ലോ, ഒന്നുമില്ലല്ലോ. എങ്ങനെയും ഈ അന്വേഷണം അങ്ങ് അവസാനിപ്പിച്ചാൽ മതി. അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയില്ല ഇതിനകത്ത്. കാരണം ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് മനോരമയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ മനോരമ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു. മനോരമ ഇന്ന് പറയുന്നു ഇന്റർനാഷണൽ രീതിയിൽ UAEയും ഇന്ത്യയുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ നേരത്തെ UAEയിൽ പണം ആരുടെ നിന്ന് ചോദിക്കാതെ മേടിച്ചുകൊണ്ടിരുന്ന UAE ഇപ്പം ഇവിടുത്തെക്കാട്ടിൽ കൂടുതൽ കർക്കശമായിട്ട്, അതായത് വ്യാജ പണം കടത്തി അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ട് തിരിച്ച് ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്രാപ്തമായിട്ടുള്ള ഒരു നിയമം അവിടെ ഇല്ല. നിയമത്തിന് വ്യത്യാസം വരുത്തി 2025 ആയപ്പോഴത്തേന് കർക്കശമാക്കി. അത്തരത്തിൽ UAEയിൽ നിന്ന് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ UAE ആവശ്യപ്പെട്ടിരുന്നു, ഇയാൾ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഫണ്ടിനകത്ത് ദുരൂഹതയുണ്ട്, ആ ഫണ്ടുകൾക്കകത്ത് വ്യക്തത വരുത്തി തരണം, ആ ഫണ്ടുകളുടെ ഉറവിടം തരണം. ഒരു ഇന്ത്യക്കകത്ത് നടക്കുന്ന ഏജൻസിക്കകത്ത് നടക്കുന്ന അന്വേഷണം പോലെയല്ല വിദേശത്തൊരു രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ വെച്ച് ഒപ്പിട്ടിരിക്കുന്നതിനകത്ത് ഒരു രാജ്യം ആവശ്യപ്പെട്ടാൽ ഏത് ഏജൻസിയോടും ആവശ്യപ്പെടാമെന്ന ആ നിയമത്തിനകത്തുള്ളത്. ആരും ആവശ്യപ്പെട്ടാൽ അതിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം. ഇവിടുത്തെ ജയിലും അല്ലല്ലോ, അവിടുത്തെ നിയമവും വേറെയാണല്ലോ. അയാൾ അവിടെ 20 കൊല്ലം കൊണ്ട് താമസിക്കുന്നതാണല്ലോ. ഇയാൾ അവിടുന്ന് കൊണ്ടുപോയ പണം ഇപ്പം ഇന്ന് മനോരമ എഴുതിയേക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഉണ്ടെന്ന് സംശയം, വലിയ വലിപ്പത്തിലുള്ള സിനിമാ നടന്മാരുടെ ഉണ്ടെന്ന് സംശയം. ഇത് ഇവിടെ വരാഞ്ഞത് എന്തുകൊണ്ടുള്ളതിന് ഉത്തരം ഇപ്പം തന്നെ കിട്ടി. കാരണം ഇത് വളരെ ഇപ്പോഴല്ല, വളരെ മാസങ്ങൾക്ക് മുമ്പേ ഇയാളുടെ പുറകിൽ കേന്ദ്ര ഏജൻസി ഉണ്ട്. ഇയാളുടെ ദുബായിലെ ഇയാളുടെ ബിസിനസ് പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അവിടെ നടന്ന ബിസിനസ് പ്രൊമോഷനും അവിടെ നടന്ന ബിസിനസ്സിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യാന്തര തലത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് പോയിട്ടുള്ളവരെ കേന്ദ്രം നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കുറഞ്ഞവരല്ലോ. ഇത് മനസ്സിലാക്കി തന്നെയാണ് റോയിയോട് അകലം പാലിച്ചത്. റോയിയോട് അകലം പാലിച്ചത് മാത്രമല്ല, നിക്ഷേപങ്ങൾ കോടിക്കണക്കിന് രൂപ അയാളുടെ കയ്യിൽ കൊടുത്തിരുന്നത്, ഒരുപക്ഷെ അയാളിൽ കൂടി, അയാളുടെ ബിസിനസ്സിൽ കൂടി ഈ പണം മറച്ചു പിടിക്കാനും അതിനകത്തുനിന്ന് വീണ്ടും ലാഭം ഉണ്ടാക്കാനും ശ്രമിച്ചിരുന്ന സിനിമാക്കാരും ഒരുപക്ഷെ രാഷ്ട്രീയക്കാരും പണം തിരിച്ചു ചോദിച്ചിരിക്കുന്നു. റോയ് വലിയ ബിസിനസ് തന്നെ. റോയ്ക്ക് പൈസ കൊടുക്കണമെങ്കിൽ അവൻ എത്രത്തോളവനായിരിക്കും, അവൻ്റെ പിടിപാട് എന്തോ ആയിരിക്കും, അവന് പണം കൊടുത്തില്ലെങ്കിൽ റോയിയുടെ അവസ്ഥ എന്തോ ആയിരിക്കും. അതായത് റോയ്ക്ക് UAEയിൽ നിന്നുള്ള സമ്മർദ്ദം, അവിടുത്തെ ജയിൽ, മനസ്സിലായില്ലേ, ഇവിടുത്തെ വമ്പൻ രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ ഇദ്ദേഹം മേടിച്ചിട്ടുള്ള നിക്ഷേപകരുടെയും സംരക്ഷണം. ഒരു പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് എന്തായാലും ഞാൻ പെട്ടു, എനിക്കിനിയും കാലമില്ല, ഇനിയൊത്ത കാലം എൻ്റെ കാര്യങ്ങൾ വെളിയിൽ വന്നത്, ഇവിടുത്തേനപ്പുറം അന്വേഷണ ഏജൻസി അവിടെ അന്വേഷിച്ചിട്ട് അതിന് തീരുമാനം ഉണ്ടായിരിക്കുന്നവർക്ക് റോയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ ജയിൽ, അത് ആ ജയിൽ. അപ്പം ഇത് ഒരുപക്ഷെ അയാൾ പറഞ്ഞില്ല, അയാളുടെ ഭാര്യയ്ക്കറിയാം, അല്ലെങ്കിൽ കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് അവരവിടുത്തെ അക്കൗണ്ടൻ്റ് സമ്പത്തിൻ്റെ ആര്യക്കറിയാമോ. ഭാര്യ അറിഞ്ഞപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങൾ പോലും ഒരു പക്ഷേ ഇയാൾക്കിടെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി കാണും, അല്ലെങ്കിൽ ആ കുറിപ്പിനകത്ത് എഴുതി വെക്കത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ അത് തന്നെയല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ബന്ധമില്ല, ഞങ്ങൾക്ക് ഈ അന്വേഷണം നടത്തിക്കൊണ്ട് പോകണമെന്ന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാര്യങ്ങൾ സംസാരിക്കും. മാത്രമല്ല ദുബായിലേക്ക് പോകാൻ SIT ദുബായിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവർ ഇതിന് ശേഷം ഞാൻ പറഞ്ഞാൽ 24 മണിക്കൂർ ഇവർ ഉടനെ ദുബായ് തിരിച്ചുപോയെന്ന് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ കോളുകൾ അല്ലെങ്കിൽ ഇവിടുന്നുള്ള കാര്യത്തിനകത്തുള്ള വ്യക്തതയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം എവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ദുബായിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അത് അവിടുന്ന് മാറ്റുന്നതിനും അല്ലെങ്കിൽ ഒരുപക്ഷെ ഒളിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഉള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിനും വേണ്ടിയാണോ വളരെ പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബാക്കി ശിഷ്ടം വരുന്ന അല്ലെങ്കിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്വേഷിക്കുന്ന സ്ഥലം എത്തിച്ചേരേണ്ട സ്ഥലങ്ങളുള്ള അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബമാണല്ലോ അവിടെയൊക്കെ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജോലിയാണോ നടക്കുന്നത്? ഏതായാലും ഇപ്പോൾ അന്വേഷണം വളരെ കൃത്യമായിട്ട് വളരെ ദുരൂഹമായിട്ട് തന്നെ പോകുന്നു. വമ്പൻ രാഷ്ട്രീയക്കാരും സിനിമാ ഭീമന്മാരും ഇതിനായിട്ടുള്ളതായിട്ട് വരുന്നു. ഇന്റർനെറ്റ് കോളുകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് ഏതോണ്ട് രാജ്യത്തിന്റെ സ്ലോവാക്യയുടെ ഏതോ ഒരു പദവിയൊക്കെ ഉണ്ടായിരുന്നില്ല, ആ രാജ്യത്തിനകത്ത് നടക്കുന്നത് പ്രവർത്തനം അറിയാലോ, ആയുധ കള്ളക്കടത്ത്, മയക്കുമരുന്ന്, മനുഷ്യക്കടത്ത്, അതിനകത്ത് ഇത് ഈ രീതിയിലുള്ള ഏത് കോളാണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾ നമ്മൾ വെളിയിൽ വന്ന് പറഞ്ഞു എനിക്ക് വേണ്ട, ഇയാൾ സ്വരൂപിച്ചതെല്ലാം ഇതുപോലെ ഉള്ള പണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ള എന്തോ മറച്ചു വെക്കാനുള്ളതുപോലെ എപ്പോഴും വന്നതെന്ന് ചില ആൾക്കാർ പറയത്തില്ല. അതിനകത്ത് സൈക്കോളജിസ്റ്റ് കഴിഞ്ഞ ദിവസം സംസാരിച്ച് ഞാൻ ക്ലിയറാണ്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? കുഴപ്പക്കാരാണെന്നാണ് പറയുന്നത്. ഏതായാലും ഇതിനകത്ത് അന്വേഷണം രാജ്യാന്തര തലത്തിൽ ഒരുങ്ങിയിരുന്നു ദുബായ് ജയിൽ എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ നമ്മൾക്ക് വരുന്നത്. ഏതായാലും കൃത്യമായിട്ട്
അഴിക്കാൻ വയ്യാത്ത പൂട്ടിലേക്ക് റോയി വളരെ ദീർഘം നാൾ മുമ്പേ പെട്ടിരുന്നു. അത് എത്രത്തോളം ആകും എന്നുള്ള രീതിയിലായിരുന്നു റോയിക്ക് സംശയം. അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് റോയി അകത്തു പോകുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് റോയി ആത്മഹത്യ ചെയ്ത്. റോയി പെട്ടെന്ന് ആത്മഹത്യ ചെയ്തതല്ലെന്നാണ് SITയുടെ ഇപ്പോഴത്തെ നിഗമനം. വളരെ ദീർഘമായിട്ട് ആലോചിച്ചിരുന്നു. അപ്പോൾ ആ ആലോചന കൂടുതൽ കൃത്യതയോടുകൂടി എങ്ങും പിടിവള്ളിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന കാലഘട്ടം മാത്രമായിരുന്നു ഇപ്പം ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഏതായാലും റോയിയുടെ മരണത്തിനകത്ത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ഈ ബാംഗ്ലൂരിലും ഒരുപക്ഷെ ദുബായിലും നിൽക്കുന്ന ഒരവസ്ഥയല്ല, ഇന്ത്യയിലും ദുബായിലും നിൽക്കുന്ന ഒരവസ്ഥയല്ല. അതിനപ്പുറം മാനങ്ങളുള്ള സാമ്പത്തിക ഇടപാടുകളുള്ള അല്ലെങ്കിൽ സാമ്പത്തികം കൊടുത്തിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിൽ ഉള്ള ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ സാമ്രാജ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റോയി നശിപ്പിച്ചതെന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അതേ താഴിട്ട് സ്ഥാപനങ്ങളും നാളെ കാലത്തെ പൂട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് റോയി പറഞ്ഞത് കൊടുത്തേക്കണം, വിശ്വസ്തരെ സംരക്ഷിച്ചേക്കണം. മേടിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഞാൻ എഴുതി വെക്കുന്നുണ്ട്, നമ്മളെ വിശ്വസിച്ചവരുടെ പണം തിരിച്ചു കൊടുക്കണം. എവിടുന്ന് കൊടുക്കാൻ? ഇതെല്ലാം ഫ്രീസ് ചെയ്തിട്ട് അന്വേഷണം റോയിൽ അങ്ങ് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്നാണ് റോയി തീരുമാനിച്ചിരുന്നത്. ഒരുപക്ഷെ റോയി മാത്രമാണ് ഇതിൻ്റെ പുറകിൽ എന്ന് വരുത്തി തീർക്കാനാണ് ഒരുപക്ഷെ നമ്മൾ കറുത്ത കണ്ണാടി വെച്ച ഭാര്യയും മക്കളുമൊക്കെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരങ്ങളും ശ്രമിക്കുന്നത്. അവരിലേക്ക് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ബിസിനസ് അവർ വലിയ അങ്ങോട്ട് വ്യാപിക്കേണ്ട, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വ്യാപിച്ചാൽ വീണ്ടും കുരുക്കാകുമോ അല്ലെങ്കിൽ റോയിൽ അവസാനിക്കത്തില്ലയോ എന്നുള്ള ആശങ്കയും ഇതിൻ്റെ പിറകിൽ ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.